ഈ ഒരു മൂവിനെ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ദ ബാറ്റിൽ ഓഫ് ഈഗോസ്. കാരണം രണ്ട് എക്സ്ട്രീം ഈഗോസ് ഉള്ള ആൾക്കാർ ഫൈറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് കാണിച്ചു തന്ന മൂവിയാണ്. ഈ മൂവി ഓൾറെഡി തിയേറ്റർ റിലീസ് ആയതാണ്, എനിക്കന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി OTT വന്നിട്ടുണ്ട്. ആൻഡ് ദ മൂവി വാസ് കിടിലം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. സിമ്പിളായിട്ടുള്ള പ്ലോട്ട്, അല്ലെങ്കിൽ നമ്മൾ ചിരിച്ചളയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതും ഒരു 2 മണിക്കൂർ എൻഗേജ് ചെയ്യിപ്പിച്ച ഒരു കിടിലം ത്രില്ലർ എക്സ്പീരിയൻസ് എന്ന മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന 2 ഫാമിലീസ് താഴെ മേളിലായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഒറ്റ പാർക്കിംഗ് ലോട്ടേ ഉള്ളൂ. സോ ഈ ഒരു പാർക്കിംഗ് ലോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാഷ്, അല്ലെങ്കിൽ ഈ ഒരു പാർക്കിംഗ് ലോട്ടിൽ ഒരേ സമയത്ത് 2 കാറോ അല്ലെങ്കിൽ 2 ബൈക്കോ ഒന്നും നിൽക്കത്തില്ല. സോ ആ ഒരു പാർക്കിംഗ് ലോട്ട് ആർക്കാണ് സ്വന്തം, അല്ലെങ്കിൽ ആ ഒരു പാർക്കിംഗ് ലോട്ട് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ 2 ഫാമിലീസ് തമ്മിൽ അടി ഉണ്ടാക്കുന്നത്. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിനെ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ഈ ഒരു എൻ്റയർ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോമഡി ഡ്രാമ, അങ്ങനെ ഒന്നുമല്ല. ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഭയങ്കര ഒരു ത്രില്ലിംഗ് മൂഡിൽ തന്നെ സിനിമ പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ ഒരു കോമഡി മൂവിയിലൊക്കെ എടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയിരിക്കാം, പക്ഷെ അതിനെ ഇങ്ങനത്തെ ഒരു ട്രാക്കിൽ കൊണ്ടുവന്നപ്പോൾ ഒരു വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ മൂവിനെ വേണമെങ്കിൽ അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ടൊക്കെ പറയാം. അതിലും 2 ആൾക്കാരുടെ ഈഗോസ് തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. പക്ഷേ ഈ ഒരു മൂവിലോട്ട് വരുമ്പോഴും 2 പേരുടെ ഈഗോയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർ 2 പേർക്ക് കോമൺ ആയിട്ട് ആവശ്യമുള്ള ഒറ്റ കാര്യമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ 2 പേരും ചെയ്യുന്ന കാര്യങ്ങളും ഇവർ നമ്മൾ ഏത് എക്സ്ട്രീം വരെ വേണമെങ്കിൽ ഇവർ 2 പേരും പോകും. അതിൽ ഒരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ ഒരാളെ കൊല്ലാനും വരെ ഒരാൾ തയ്യാറാണ്. സോ അങ്ങനത്തെ ലെവലാണ് ഈ 2 ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 2 പേരിൽ നമുക്ക് അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ന ആളുടെ അടുത്താണ് ശരി, മറ്റാൾ ചെയ്ത് റോങ് ആണെന്ന് വിചാരിച്ചാൽ തൊട്ടടുത്ത സീൻ അല്ലെങ്കിൽ തൊട്ടടുത്തൊരു സീക്വൻസ് വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്ന ശരിയാണെങ്കിൽ ഇയാൾ പോകുന്ന ട്രാക്ക് ശരിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലാണ് അവർ എൻ്റയർ മൂവിയും അല്ലെങ്കിൽ ഈ ക്യാരക്ടർ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ വില്ലൻ ആരാണ്, ഹീറോ ആരാണ്, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഈഗോ, ആ ഒരു ഈഗോയുടെ എക്സ്ട്രീം ലെവൽ എന്താണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആ ഒരു ഈഗോ വെച്ചിട്ട് ഏത് ലെവലൊക്കെ പോകാൻ പറ്റുമെന്ന് ഈ സിനിമയിൽ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. സോ അത് ഈ സിനിമയിലോട്ട് വരുമ്പോൾ എന്താണ് സ്പെഷ്യൽ, എല്ലാ സ്ഥലത്തും ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറഞ്ഞാലും ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ഇതിന്റെ മേക്കിങ്ങിലും എക്സിക്യൂഷനിലാണോ കാര്യം. കാരണം ഒരു അടിപൊളിയായിട്ടുള്ള എക്സിക്യൂഷനാണ്. ചില സീക്വൻസ് എല്ലാം നമ്മളിങ്ങനെ ത്രില്ലടിച്ച് കണ്ടുകൊണ്ടിരിക്കും, നമ്മൾ അടുത്ത് പ്രെഡിക്റ്റ് ചെയ്യും ഓക്കെ ഇത് കുറച്ച് ഫീൽ ഗുഡ് ആവും, അല്ലെങ്കിൽ ഓക്കെ ഇനി ആ ഒരു ഫീൽ ഗുഡ് ട്രാക്ക് ഒക്കെ പിടിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഒന്നും തന്നെ അല്ല, അങ്ങനെ ഒന്നും നടക്കത്തില്ല. നമ്മളെ പ്രഡിക്ഷൻസ് ഒക്കെ ടോട്ടലി തെറ്റിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഓക്കെ ഈ 2 ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം ഓക്കെ ഇത്രയും ലിമിറ്റ് കാണും, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ പോകത്തില്ല എന്ന് വിചാരിച്ചാൽ ആ ഒരു ലിമിറ്റും ബ്രേക്ക് ചെയ്ത് പോകും. ഇതിലെ വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ 2 ക്യാരക്ടേഴ്സ്, അതായത് ഈ 2 വീട്ടിലുള്ള 2 മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 2 പേർക്ക് 2 ഏജ് ആണ്, 2 പെർസ്പെക്റ്റീവ്സ് ആണ്. ഒരാൾ ഒരു ന്യൂലി മാരീഡ് കപ്പിളാണ്, മറ്റൊരാളെന്ന് പറയുന്നത് ഒരു 60-70 വയസ്സുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ ഈ 2 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഈഗോസും അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരാൾ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തിരിച്ച് റിവെഞ്ച് പോലെയൊക്കെ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലുണ്ടല്ലോ, ഈഗോ എന്ന് പറയുന്ന കാര്യത്തിന് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെയും എക്സ്ട്രീമാണ് ഇവർ പോയി നിൽക്കുന്നത്. പിന്നീട് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം വെച്ചാൽ ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡാണ്. അതായത് DOP, മ്യൂസിക്, അങ്ങനത്തെ ഏരിയാസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കിടലം ക്യാമറ ഷോട്ട്സ്, ഒരുപാട് നല്ല നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് മ്യൂസിക് ആയാലും BGM ആയാലും ആ ഒരു സീന് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് ആ ഒരു മൂഡിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു 2 ക്യാരക്ടേഴ്സിന്റെ ഒരു ഈഗോ ക്ലാഷ് ആയാലും അല്ലെങ്കിൽ ആ 2 ഫാമിലീസിന്റെ ഇന്ററാക്ഷൻ ആയാലും 2 കാര്യങ്ങളും ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ BGM നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നീടുള്ളത് പെർഫോമൻസ് ആണ്. എല്ലാ കാസ്റ്റും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഈ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന 2 പേര്, ഒന്ന് ഹരീഷ് കല്യാണും ഒന്ന് MS ഭാസ്കറാണ്. MS ഭാസ്കർ ഒരു രക്ഷയില്ല. കാരണം പുള്ളിക്കാരൻ നമുക്ക് 2 പൊട്ടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അങ്ങനത്തെ ലെവലാണ് പുള്ളിക്കാരൻ്റെ ആക്ടിങ് എന്ന് പറയുന്നത്. കാരണം ചില മൈന്യൂട്ടുള്ള എക്സ്പ്രഷൻസിൽ ആ ഒരു എൻ്റയർ സീൻ അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താണ്, അല്ലെങ്കിൽ എന്തുമാത്രം പുള്ളിക്കാരന് ദേഷ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മനസ്സിൻ്റെ അകത്ത് ഒന്ന് വെച്ചിട്ട് പുറത്തൊന്ന് കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഒരു ലെവലൊക്കെ ആ ഒരു ചെറിയ എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു ഹരീഷ് കല്യാണിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഓക്കെ ഫൈൻ, അയാൾ കാര്യങ്ങളൊക്കെ ഓക്കെ ഒന്ന് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കുറച്ച് പ്രായമുള്ളവരാണ്, അതുകൊണ്ട് താൻ തന്നെ ഒതുങ്ങി പോകണം, അങ്ങനത്തെ രീതിയിലൊക്കെ പോകുമ്പോഴും ഈ ഒരു MS ഭാസ്കറിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെ വിടാനോ അല്ലെങ്കിൽ അങ്ങനെ തോറ്റു കൊടുക്കാനോ ഒന്നും അല്ല. പുള്ളിക്കാരൻ നിന്ന് ഫുൾ പൊളിക്കുകയാണ്. ചില സീക്വൻസ് ഒക്കെ പറയുന്നത് വേറെ ലെവലാണ്. പുള്ളിക്കാരൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും ആ എക്സ്പ്രഷൻസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ സീൻ പുള്ളിക്കാരൻ ടേക്ക് ഓവർ ചെയ്യണതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്ലോട്ട്, ഒരു പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലോട്ടിനെ വെച്ച് ഇത്ര കിടിലം ഒരു ത്രില്ലിംഗ് സിനിമ, വളരെ സിമ്പിളായിട്ടുള്ള പ്ലോട്ട്, ഒരു കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലാഷ്, അതിനെ വെച്ചിട്ട് ഒരു കിടിലം ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓൾറെഡി മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.